പൂച്ച എല്ലാം പട്ടി മനുഷ്യരെല്ലാം ഒരുമിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. അവിടെ ഫുള്ള് ബോംബിട്ട് നശിപ്പിക്കുക. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടത്തെ തക്കാളി കൃഷി. സുഖമാണോ പറ. മലയാളം ടീച്ചറാണെന്ന് തോന്നാട്ടെ. എല്ലാരടുത്തും മലയാളം അങ്ങോട്ട് പറയും, പഠിപ്പിക്കും. നിർത്തോ ചേച്ചി. ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു നമ്മുടെ അമേരിക്കൻ ഫ്ലാഗും ഇസ്രായേൽ ഫ്ലാഗും ആണ് കേട്ടോ ഈ ഭാഗത്തുള്ളത്. അമേരിക്കയും ഇസ്രായേലും ചങ്കന്മാര്. നമുക്ക് ഇനി നല്ല നടക്കമുണ്ടോ? ഇനി നടക്കണം കേട്ടോ. ഇവിടെ നിന്ന് നമ്മള് ചിക്കനും പിടിച്ചുകൊണ്ട് പോവാണ്. നമ്മളങ്ങനെ നടന്ന് നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ച് മലയാളികളുണ്ട്. ഇവരുടെ ഫാമും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. ഇവരുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് തായ്ലൻഡിന്റെ ഫ്ലാഗ് കാണാം. തായ്ലൻഡിൽ എത്തിയ ഒരു ഫീൽ ഇതാ. ഇവിടെ തായ്ലൻഡുകാരാണ് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ. അവിടെ വോളിബോൾ കളിക്കുന്ന കാഴ്ചയാണ്. മലയാളി ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ താമസിക്കുന്നത് ഇത് ഇവിടെ. ഈ ഒരു ഭാഗങ്ങളിൽ നമ്മുടെ തായ്ലൻഡുകാരൊക്കെയാണ് കേട്ടോ. ഈ ഒരു ഭാഗങ്ങളിൽ കുറേ ആളുകൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ള് താണ്ടെ തായ്ലൻഡുകാരാണ് കേട്ടോ. അവരുടെ വർക്ക്ഷോപ്പ്, അവരുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങൾ, പിന്നെ താണ്ടെ അവരുടെ കളിക്കളമൊക്കെയാണ് കേട്ടോ. കുറേ പേര് കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പോയി തോന്നുന്നു. കളിയുടെ നല്ല അടിപൊളി കളിയാണ് കേട്ടോ. കണ്ടിട്ടുണ്ട്, എനിക്കും പേരറിയില്ല. ഫുട്ബോളും വോളിബോളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം. ഇത് നമുക്കിത് പറ്റൂല. ഞാൻ 2 പ്രാവശ്യം ശ്രമിച്ച് കയ്യിലെ കാലിലെ തൊലി പോയതോടുകൂടി. ചേട്ടാ ഒരു ഹായ് പറയുന്നോ? ഹായ് പറയും. ചേട്ടന്റെ പേരെന്താ? എന്റെ ടിൻസ്. എത്ര ആളായി വർക്ക് ചെയ്യുന്നു ഇവിടെ? ഞാൻ ഇവിടെ 9 മാസം. 9 മാസമായിട്ട് ഇവിടെ ഫാമിൽ വർക്ക് ചെയ്യാണ് കേട്ടോ. സദീക്ക എല്ലാം തായ്ലൻഡുകാരാണ്. Where are you from? Thailand. Huh? Thailand. No, I know Thailand. Which place in Thailand? Kanchanaburi. Kanchanaburi. അറിയില്ല, ചോദിക്കാതെ. കേരള. Canada. കേരള. His place. Kerala, India. കേരള. നമ്മുടെ ഷിൻഡ ചേട്ടൻ. ഹായ് ചേട്ടാ. ഹായ്. കണ്ണൂരുകാരനാണ് കേട്ടോ. ഞങ്ങള് മാഹിനെ കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞങ്ങള്. അതെ, എന്നെ അടിക്കാനൊന്നും അല്ലല്ലോ. എല്ലാം എന്നെ ജെറുസലേമിൽ നിന്നൊക്കെ ആരൊക്കെ ലൈവ് ചെയ്തിട്ട് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് 10-15 ദിവസം മുമ്പ് എന്നെ ഒരു എന്താ പറയുക, ജെറുസലേമിലെ ഒരു ചേച്ചി എന്തൊക്കെ പറയുമോ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ഒരു മനുഷ്യർക്ക്? മായിനെ എവിടെയെങ്കിലും കിട്ടിയാൽ കരണത്തടിച്ച് പൊളിക്കും. അന്ന് ഭാഗ്യം ചേച്ചി വീഡിയോ ഇറക്കുന്നതിന് മുമ്പ് ഞാൻ ജെറുസലേമിൽ പോയി കേട്ടോ. അല്ലെങ്കിൽ ചേച്ചി കണ്ടാ ചിലപ്പോൾ എന്നെ അടിച്ചു. ചേട്ടാ അങ്ങനെ അടിക്കുന്നില്ലല്ലോ. ഓക്കെ, സ്നേഹത്തോടെ വിളിച്ചാണ് കേട്ടോ. ആ സ്നേഹം കാരണം മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. അല്ലാതെ കുറെ പേര് എന്നെ വിളിച്ചായിരുന്നു. ഞാൻ എന്നിട്ടൊന്നും അങ്ങനെ അധികം പോയിട്ടില്ല. എനിക്ക് പേടിയാണ് കേട്ടോ. മൈ ഫ്രണ്ട് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുവാണ്. പാകം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. ഈ കാണാം. വീഡിയോ സ്റ്റോക്ക് വേണ്ടല്ലോ, നോ പ്രോബ്ലം, എടുക്കാറുണ്ട്. സൗദിക്ക ഇവരൊക്കെ കൊളീഗ്സ് ആണല്ലേ നിങ്ങളുടെ? പല രാജ്യം അന്യ ദേശമത ദേശമന്യേ ഇവിടെ ആളുകളുടെ ഇതാണ്. ഇതാ ഒരാൾ അരി കഴുകി കൊണ്ടുപോകുന്ന ഇതാണ്. ഇവിടെ അവര് ആഹാരമൊക്കെ ഉണ്ടാക്കുവാണ് കേട്ടോ. ഓ നൈസ്. ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നു. അവരുടെ തുണിയൊക്കെ ഇട്ടയ്ക്കുന്ന സ്ഥലം. ഇതൊരു മിനി തായ്ലൻഡ് ആണ്. അതാണ്ട് തായ്ലൻഡിന്റെ ഫ്ലാഗ്. ഇത് ഇവരുടെ വീടുകളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് അവർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഓരോ ആളുകളും ചിലപ്പോൾ ഒരു റൂമിന്റെ അകത്ത് ചിലപ്പോൾ 2-3 പേരൊക്കെ കണ്ടിരിക്കാൻ. കണ്ടില്ലേ? പുള്ളിക്കാരൻ ഇവിടെ കടയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയാ വിൽക്കുന്നേ? സിഗരറ്റ് അങ്ങനെയുള്ള എല്ലാ ഐറ്റം എല്ലാം ഇവിടെ പുള്ളിക്കാരൻ വിൽക്കും അല്ലേ? എന്താണ്? ഹായ് ചേട്ടാ. ഇവരെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഇവിടെ എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ഇവരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഗുജറാത്തി ചേട്ടന്മാരുണ്ട്. 5 പേരുണ്ടല്ലേ? ഗുജറാത്ത് 5 പേരുണ്ട്. કેમ છો? પોરબંદર છે. મજામાં છે. મેં થોડું ગુજરાતી આવડી છે. ઓકે, થોડું આવડે તો હિન્દી और गुजराती में हाँ, आपका नाम क्या है? विजय. आपका नाम? सुनील. पोरबंदर से. मैं उधर आया था.
पोरबंदर में आए थे हाँ घूमने के लिए। घूमने के लिए। हाँ अच्छा, कौन से कब आए थे? 3-4 साल 5 साल का पहले അവര് ഇവിടെ ഏതാണ്ട് ഭക്ഷണം കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ഛാ സ്മെല്ലാറായ ओनियन का है। ഒണിയൻകാ അവരുടെ ആഹാരം ഇവിടെ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ റൂമും സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതുകൊണ്ട് അടിപൊളി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. चपाती। Only I know vegetarian. Yes, vegetarian. വെജിറ്റേറിയൻ. ഗുജറാത്ത് മേ ബഹുത് ലോഗ് വെജിറ്റേറിയൻ है. ഗുജറാത്തിൽ എവിടെ പോയാലും വെജിറ്റേറിയൻ ആണ് കേട്ടോ ധാരാളം ആളുകൾ. ബഹുത് ധന്യവാദ് ബഹുത് ധന്യവാദ്. ആണോ താമസിക്കുന്നത്? ഒറ്റ മലയാളി ചേട്ടൻ മാത്രമാണ്. എങ്ങനെയുണ്ട് ഇവരോടുള്ള ജീവിതം? ഭയങ്കര കമ്പനിയാണ് അവിടെ. മലയാളികളുടെ റൂമിൽ വേക്കൻസി ഉണ്ട്, പക്ഷെ ഇവരുമായിട്ടാണ് കമ്പനി കൂടുതൽ. അങ്ങോട്ട് വന്നു. ഓക്കെ ഓക്കെ. ഇതുപോലെ ഇങ്ങനെ കിടക്കുവാണല്ലേ. കൊള്ളാം കേട്ടോ. പല ആളുകളുടെ കിച്ചന് 50 വർക്കേഴ്സ് ഉണ്ടല്ലേ. കിച്ചണാണോ നമ്മുടെ കിച്ചണ്? ഇവിടെ പൂച്ച എല്ലാം പട്ടി മനുഷ്യരെല്ലാം ഒരുമിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. അത് തായ്ലൻഡുകാരായോണ്ടാണോ? അങ്ങനെയായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ. ഇവിടെ വന്നപ്പോ ഇസ്രായേൽ ഇവിടെ വേസ്റ്റ് ഇടരുത്. ആ മലയാളം കണ്ടു. ഇത് മലയാളി കിച്ചണാണല്ലേ? നമ്മൾ തന്നെ എഴുതി വെച്ചാ. ഓക്കെ. നമ്മൾ തന്നെ ഇടും. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഇങ്ങോട്ട്. മലാവിക്കാര് തുടങ്ങി കേട്ടോ. യു ആർ ആൾസോ ഫ്രം മലാവി? Yes, from Malawi. How are you? I'm good, thanks. And how are you? Good. I killed the chicken, you know. Ah, You have to thank me for chicken. yeah. Well, ഇവിടെ അവര് പണി തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ കൊണ്ടുവന്ന ചിക്കൻ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഇവിടെ വന്ന ഉടനെ ചായ, ബിസ്ക്കറ്റ്, ചിപ്സ്, യെല്ലോ ബനാന ചിപ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര വിലയാണ്. പക്ഷേ കറക്റ്റ് ഉത്തരേന്ത്യയിൽ കിട്ടുന്ന നമ്മുടെ നംകീൻ ബനാന ചിപ്സ് കേട്ടോ. മാംഗോസ്റ്റീന് ചേച്ചിയുടെ സ്വന്തമാണ് കേട്ടോ. തോട്ടത്തിന്ന് ചേച്ചി പറയൂ, ഒരു ഹായ് പറയൂ, പേര് പറയൂ. എന്റെ പേര് അനിത. ഓക്കെ. ലോകം മുഴുവൻ അറിയണ്ട് ചെറുക്കാൻ. അതെ അനിത ചേച്ചി ചേച്ചി തന്നില്ല, പക്ഷെ ചേച്ചിയുടെ സാധനമാണ് അല്ലേ? ചേച്ചി കൊണ്ടുള്ള ചേച്ചിക്ക് കിട്ടിയതാണ്. ചേച്ചിയുടെ മാംഗോസ്റ്റീൻ ഞാന് മാംഗോസ്റ്റീൻ അല്ലേ? ജാപ്പനീസ്. ആ സോറി, അയ്യോ സോറി. ഞാൻ ഹായ്, ഇത് മാംഗോസ്റ്റീൻ അല്ല. എനിക്കറിയാം ഇത് ജാപ്പനീസ് സാധനമാണെന്ന്. പക്ഷെ ഞാൻ പെട്ടെന്ന് വായിന്ന് ഇന്നലെയും കൂടെ ഞാനും ജാപ്പനീസ് ഇതിനെ കണ്ടപ്പോ മാംഗോസ്റ്റീൻ എന്ന് വിളിച്ചു പറഞ്ഞു. അതിനെ തെറി കെട്ടി കാണും. ഇല്ല അങ്ങനല്ല, നമ്മളിപ്പോ പെട്ടെന്ന് കാണുമ്പോ നമുക്ക് ഇത്രയും വലിയ കപ്പളങ്ങ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്റെ കൈയുടെ പകുതി വലിപ്പമുള്ള പപ്പക്കയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ബാക്കിലുണ്ട് ഉണ്ടല്ലേ? തോട്ടമുണ്ട്. ഇതാണ് ഇസ്രായേലി പപ്പക്ക. ഫ്രൂട്ട്സിന്റെ ശേഖരമാണല്ലോ. പഴം, ഇത് പഴം, നമ്മുടെ ഓറഞ്ച്, കമ്പിളി നാരങ്ങ പോലത്തെ ഇത് ബബ്ലൂസ് എന്നാന്ന് പറയുന്നത്. ബബ്ലൂസ് നാരങ്ങ. അതല്ല അങ്ങനത്തെ. ഇഞ്ചിയും പച്ചക്ക കഴിക്കോ? ഇഞ്ചി പറ്റി ആന്റി കഴിക്കോ ഇഞ്ചി പച്ചക്ക്? ഇഞ്ചി പച്ചക്ക് കഴിക്കുന്ന ആന്റി ഇതാണ് കേട്ടോ. നമ്മുടെ കൊറേ തായ് ചേട്ടന്മാരൊക്കെ ഉണ്ട്. സവാദിക്കാ. ഇവിടെ കൊറേ പേരുണ്ട്. മലയാളം അറിയോ? മലയാളം എടാ പറയടാ പ്ലീസ് ഒന്ന് പറ. മലയാളം പറ. സുഖമാണോ? സുഖമാണോ? സേമോർ പറ. പറ. മലയാളം ടീച്ചറാണെന്ന് തോന്നട്ടെ. എല്ലാരടുത്തും മലയാളം അങ്ങോട്ട് പറയും, പഠിപ്പിക്കും. നിർത്തോ ചേച്ചിയുടെ നിർത്തായി പോ, നിർത്തിപ്പോ. മതിടാ മതി. മണ്ടൻ bring മലയാളം യൂസ് ടേക്ക് സംതിങ്. പുള്ളിക്കാരൻ ആലോചിക്കാടാ. എന്തൊരു കൊണ്ടുവരിക ഇവിടെ തീയും കാനൊക്കെ ഇരിക്കുവാണ് കേട്ടോ. കൊള്ളാം കേട്ടോ. ഇവരുടെ സെറ്റപ്പ് കണ്ടില്ലേ? ഒരു കമ്മ്യൂണിറ്റി പോലെയാണ് കേട്ടോ. ഞാന് ഒരു ചെറിയൊരു പാതി മയക്കമൊക്കെ കഴിഞ്ഞു. ഇവിടെ ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി വെച്ചത്, അച്ചാറ്, ബിരിയാണി, നെത്തോറ്, സലാഡ്, പിന്നെ ചേച്ചിയുടെ കൈപ്പുണ്യം അല്ലേ? അതല്ലേ ഞാൻ പറയേണ്ടത്. അതാ ചേട്ടന്റെ കൈപ്പുണ്യം എന്ന് പറയണം. ചിക്കൻ കറി ബാക്കിയെല്ലാം ചേച്ചി. ചേച്ചി യൂട്യൂബർ എന്നല്ലേ പറഞ്ഞു? യൂട്യൂബ് ചാനലിന്റെ പേരൊക്കെ പറഞ്ഞു. യൂട്യൂബർ ആയിട്ടില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട്. വാട്ട്സ് ഹാപ്പനിങ്.
വാട്സാപ്പിന് എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? അതാണ് എന്താണ് സംഭവിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോ ഭക്ഷണം വെച്ച് തന്ന എല്ലാവരുടെ അടുത്തും നന്ദി അറിയിക്കുകയാണ്. ഞാൻ കുളിച്ചല്ലോ കേട്ടോ, രാവിലെ വെളുപ്പാലത്ത് നിന്ന് ഇറങ്ങിയതാണ്. എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാ മതി കേട്ടോ. അപ്പൊ നമുക്ക് കാര്യപരിപാടികൾ തുടങ്ങാം അല്ലേ? കഴിക്കാം കേട്ടോ. ആന്റി താങ്ക്സ് കേട്ടോ. ആന്റി എനിക്ക് അണ്ടിപ്പരിപ്പ് കൂടുതൽ കേട്ടോ. ഗസ്റ്റ് എന്നുള്ള ഒരു പരിഗണനയിൽ അണ്ടിപ്പരിപ്പ് കൂടുതൽ തരണം. മണം എന്റെ അമ്മ കേട്ടോ. ബാഗ് കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ നിൽക്കുന്നത് തായ്ലൻഡ് ആണെന്ന്. പക്ഷെ നിങ്ങൾക്കറിയാം ഇസ്രായേലാണ്. അതെ, ഞാനിപ്പോ നിൽക്കുന്നത് തായ് കാണുന്നില്ല. അയ്യോ സോറി, ഇപ്പൊ കാണുന്നില്ലേ? ഞാനിങ്ങനെ കാണിക്കാം. വേണ്ടേ, ഇപ്പൊ കണ്ടല്ലോ തായ്ലാൻഡ് ഫ്ലാഗ്. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇസ്രായേലിലെ നമ്മുടെ ഗാസ ബോർഡറിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഇവിടെ ഉള്ള ഒരു എന്താ പറയുക, ഇങ്ങനെ പ്ലാന്റുകളൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്ന ചെറിയ ബഡിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ ഫാം ഹൗസ് ആണ് കേട്ടോ. ഫാം ഹൗസ് അവിടെ കുറച്ച് മലയാളികൾ സ്റ്റേ ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോ ഉണ്ടവർക്ക് അറിയാം. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഇന്നലെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ അവിടെ കുറേ തായ്ലൻഡുകാർ ഇങ്ങനത്തെ പണിക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് കണ്ടില്ലേ, അവൻ ഡോക്ടറാണോ പുള്ളി? ഓ, ലാബിലെ കോട്ടാണ് കേട്ടോ. കൊള്ളാലോ. ഹായ് ചേച്ചി, എന്തൊട്ട് സുഖമല്ലേ? ഇത് അനിത ചേച്ചി, അലിന്റെ ചേച്ചി, ഷിൻഡ ചേട്ടാ. ചേട്ടാ നടക്കൂല. കൃഷിയാണ് കേട്ടോ. ഇത് വിൽക്കാൻ വേണ്ടിയുള്ള കൃഷിയല്ല, ഇവരുടെ ഉപജീവന മാർഗത്തിന് ദിവസേന നിത്യ ജീവിതത്തിന് ഉപയോഗിക്കാനുള്ള മുളകൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ മുളക് എരിയില്ലാത്ത മുളകെന്നാണ് പറഞ്ഞത് ചേച്ചി. ചിലതിന് എരിവുണ്ട്. ഓ, വാഴ ഇവിടെ മറ്റേ റോബസ്റ്റ് പോലത്തെ വാഴ. പയറുണ്ട്, തോവലുണ്ട്. ആ കൊള്ളാലോ. വേണ്ട പയറുണ്ട്, കുറെ സംഭവം ഉണ്ട് കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ പടന്ന് പന്തലിച്ച് കിടക്കുവാണത്. എല്ലാം തന്നെ ഇതുപോലുള്ള ഫാം ഹൗസുകളാണ്. ഇതൊക്കെ നമ്മുടെ യുദ്ധത്തിന് ശേഷം നശിച്ച കുറച്ച് എന്താ പറയുക ഏരിയാസാണ്, കൃഷികളൊക്കെയാണ്. ആ പോക്കുഴി കാണുന്നില്ലേ, അത് ഇവിടുത്തെ ഒരു പവർ സ്റ്റേഷൻ്റെ പോക്കുഴിലാണ്. അതിൻ്റെ കുറച്ച് അതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മുടെ ഗാസ വരുന്നത്, നമ്മുടെ പലസ്തീൻ ടെറിട്ടറി വരുന്നത്. ഗാസ ഭയങ്കര ഫേമസ് ആണല്ലോ, ഗാസ സ്ട്രിപ്പ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ യുദ്ധാനുഭവങ്ങൾ ഇവിടുത്തെ? യുദ്ധാനുഭവങ്ങള് നമ്മൾ വന്നപ്പോഴത്തേന് യുദ്ധങ്ങൾ കഴിഞ്ഞു. ആൾക്കാര് ഇപ്പൊ നോർത്തിലോട്ടായി യുദ്ധം. ഇപ്പൊ നോർത്തിലേക്കാണ് യുദ്ധം. അവിടെ നിന്നുള്ള ആൾക്കാർ ഇപ്പൊ സൗത്തിലേക്ക് മാറി വരുവാണ്. നമ്മുടെ ഫാമിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് മാറുവാണ്. ഇപ്പൊ നിലവിൽ ഇന്നും കൊണ്ട് ഹമാസ് ലെബനനില് വെടിനിർത്തല് കരാർ ആയെന്ന് പറയുന്നു. ഇന്നല്ല, അതായത് നമ്മൾ വീഡിയോ എടുത്തതിന് കുറേ ദിവസങ്ങൾക്ക് മുന്നേ. ഇന്ന് വീഡിയോ ഇടൂലല്ലോ ഈ വീഡിയോ. ചേച്ചിയുടെ അനുഭവം എങ്ങനെയാ? ഞങ്ങള് ഡയറക്റ്റ് ഈ ഫാമിലോട്ട് തന്നെ കേട്ടോ വന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ആ സമയത്ത് അത്യാവശ്യം എന്നാ പറയുന്ന വെടി ഒക്കെ ഉണ്ടായിരുന്നു. യുദ്ധത്തിന്റെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് അരാവടിക്കും, നമ്മൾ ഇറങ്ങി ഓടണം, വെട്ടിനെയൊക്കെ ഉണ്ടാവുന്ന ഇതുണ്ട്. അപ്പൊ ആദ്യത്തെ മാസങ്ങളിലൊക്കെ നമുക്കൊരു നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമല്ലേ. പിന്നെ ആയപ്പോ നമ്മൾ യൂസ്ഡായി. സൗണ്ടും കാര്യങ്ങളും എല്ലാം നമ്മുടെ നമ്മൾ കണ്ടെയ്നറിലാണ്. ആ കണ്ടെയ്നർ ഒക്കെ ഷേക്ക് ആവും. ഇത് പൊട്ടുമ്പോഴത്തേക്ക് ഇവിടുന്ന് അയക്കുന്നതായാലും അവിടുന്ന് വരുന്നതായാലും കൂടുതൽ ഈ അറ്റാക്ക് വരുന്ന ഈ മറ്റേ ഇറാനിന്ന് വരുമ്പോഴാണല്ലേ നിങ്ങൾക്ക്? ഇറാനിന്ന് നമുക്ക് ആകെ ഈ ഒക്ടോബർ 1-നും ഇതിനാ വന്നത്. അത് പക്ഷെ ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു ഇതായിരുന്നു. നമ്മള് ഔട്ട്സൈഡ് ആയിരുന്നു, പക്ഷെ അത് കറക്റ്റ് നമ്മൾ ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു ഇതായിരുന്നു. ഒരു 10-200 ഇങ്ങനെ തുടരെ വന്നോണ്ടിരിക്കുവല്ലേ. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ്. അന്ന് ശരിക്കും പേടിച്ചു നമ്മള്. അത് പിന്നെ ഇവിടെ നോർമലായിട്ട് വരുന്നതൊക്കെ അയൺ ഡോം ഉള്ളതുകൊണ്ട് അയൺ ഡോം അത് സംരക്ഷിച്ചോളും വരുന്ന. പക്ഷെ എന്നാലും ചിലത് ഭയങ്കര സൗണ്ട് ആയിരിക്കും. ചിലപ്പോ നേരെ നമ്മുടെ തലയുടെ മണ്ടയിലോ പറയാൻ പറ്റില്ല, ചിലത് വീഴുകയും ചെയ്യും. അന്നേരമുള്ള നമ്മൾ ഇതാകണം. പക്ഷെ എനിക്ക് തോന്നുന്നു 90% കൂടുതൽ 90-95% വീഴുന്നില്ല കേട്ടോ. അയൺ ഡോം ഉള്ളത് കൊണ്ട് ആക്ച്വലി ഭയങ്കര കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നില്ല. ഇവര് വിടുന്നതിന് അനുസരിച്ച് വളരെ കുറച്ച് മാത്രമാണ്. ഇപ്പൊ ഞാന്
ബങ്കറിനകത്ത് പോയി ഇരുന്നാലും ആ ബങ്കറും വേണമെങ്കിൽ പൊട്ടാലോ. ചാൻസ് ഉണ്ട്. ഇവിടുത്തെ ബങ്കറുണ്ട് ആദ്യം പൊട്ടി തലയിൽ ഇപ്പൊ മറ്റേ കോൺക്രീറ്റ് ബിൽഡിംഗ് പോലെ കെട്ടിയിട്ടേക്കുന്നതാണ്. ഞാൻ ഒരു ദിവസം ക്യാമ്പ് ചെയ്ത ബങ്കറിൽ ഡോറ് പോലും ഇല്ല കേട്ടോ. ഒരു ദിവസം ക്യാമ്പ് ചെയ്ത ബങ്കറിൽ അത് ഇടിച്ചു നോക്കിയിട്ട് വലിയ പവറൊന്നും ഇല്ലാത്ത ബങ്കർ അവര് ഇങ്ങനെ ആളുകൾക്ക് വേണ്ടി കെട്ടിയിട്ടൊക്കെയാണ് കേട്ടോ. ചെയ്യുന്നതാണ്. മെയിനായിട്ട് ഇവര് ബങ്കർ അത് ബോംബാണോ ഇപ്പൊ പൊട്ടിയേ? അവിടെ പൊട്ടുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. അത് മറ്റേ ടാങ്കിന്ന് പൊട്ടിയതാ. മെയിനായിട്ട് ഇവിടെ ബങ്കറിലുണ്ടല്ലോ. ബങ്കർ ഇവിടെ എല്ലാരും ചില സമയത്ത് ഇവിടെ ആൾക്കാർ കൂടുതൽ അവരെ കിടത്താക്കി ഇവിടെ ആന്റിയുടെ അനുഭവം എന്താ? വലിയ കുഴപ്പമില്ല. ആദ്യം വന്നപ്പോഴായിരുന്നു ഭയങ്കര ഭീകരാവസ്ഥ. പിന്നെ ഇപ്പൊ ബുംബും എന്നൊക്കെ കേട്ട് ശീലായി. വലിയ കുഴപ്പമില്ല. ഇപ്പഴും ഇവിടെ താണ്ടെ ഒരു ബുംബ് കേട്ട രാവിലെയൊക്കെ ഞാൻ കേട്ടായിരുന്നു കേട്ടോ. ഇതെനിക്കൊന്ന് ടാങ്കിന്ന് പോയ ഇതാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാ. ഇവിടെ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. ഞാൻ ലെബനോണിൽ ബോർഡർ ചെയ്യുന്നപ്പോ ഫുൾ ഇതാണ്. പക്ഷെ അവിടെ ഒന്നും അലാറം അടിക്കും. അങ്ങോട്ട് പോകുന്ന അലാറം അടിക്കുന്നില്ല. കാരണം എല്ലാം അങ്ങോട്ട് വിട്ടോണ്ടിരിക്കുന്നതാണ്. മനസ്സിലായല്ലേ? ഇതെല്ലാം യുദ്ധത്തിന് ശേഷം ഇങ്ങനെ നശിച്ചു പോയി കേട്ടോ. എല്ലായിടത്തും ആളെന്നുള്ളൊന്നും ഇല്ലാതെ പലയിടത്തും നശിച്ചു പോയിട്ടുണ്ട്. ബോംബ് വീഴുന്നതിന് വലിയ കുറവൊന്നുമില്ല. ഇതെല്ലാം ഇങ്ങനെ നശിച്ചു കിടക്കുകയാണ്. ഈ കാണുന്നത് നമ്മുടെ മാതളമല്ല, ഓറഞ്ചിന്റെ തോട്ടമാണ്, മുസംബിയുടെ തോട്ടം. ആ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മുടെ ബോർഡർ വരുന്നത്, ഗാസ ബോർഡർ വരുന്നത്. അവിടെ നല്ലതുപോലെ പൊട്ടുന്നുണ്ട്. ഫാം എത്തി കേട്ടോ. കണ്ടില്ലേ? ഇതാണ് സംഭവം കേട്ടോ. ഇത് പയർ കൃഷി അല്ലേ? മുളക് കൃഷി പറിക്കുന്നുണ്ടോ? കുഴപ്പമില്ലതാ. കണ്ടില്ലേ? ഇതാണ് കേട്ടോ നമ്മുടെ ചെറിയ കൃഷി. റെഡ് കൊള്ളാം കേട്ടോ സംഭവം. നമ്മുടെ മഞ്ഞ, ഈ കാണുന്നത് നമ്മുടെ ചുമല. എന്റെ പള്ളി അതിന്റെ തന്നെ സെയിം മഞ്ഞ കളറാ വലിപ്പം. ഓറഞ്ചും ഒരു ഏകദേശം ഇതും കൂടെ ഷെയ്ഡൂടെ കൂടിയത്. കൊള്ളാം കേട്ടോ ഈ സംഭവങ്ങള്. വലിയ മുളക്. ഇവിടെ ഒരാൾ രാവിലെ നിന്ന് പണിയെടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ. പുള്ളിക്കാരൻ പുകവലിക്കുന്നു. പുകവലിയുടെ കൂടെ അതെല്ലാം കട്ട് ചെയ്ത്. ഗുഡ് മോർണിംഗ്. കണ്ടില്ലേ? പുള്ളിക്കാരൻ എന്തൊക്കെ പാട്ട് കേൾക്കുന്നു യൂട്യൂബിൽ. അതിൻ്റെ കൂടെ അതുകൊണ്ട് അവിടെ ഓരോന്നായിട്ട് കട്ട് ചെയ്യുവാണ്. എന്നിട്ട് അത് എടുക്കുന്ന രീതിയാണ്. വലുപ്പം കണ്ടില്ലേ? എന്റെ അമ്മോ, എന്റെ കൈയുടെ ഇത്രയും ഉണ്ട്. എന്റെ കൈയുടെ ഇത്രയും. എന്റെ 2 കൈയുടെ വലിപ്പമുള്ള മുളക്. കാണുന്നത് നമ്മുടെ വഴുതനയാണ്. ഈ കാണുന്നത് ചെറുതാണ്. ഒരു സാധാരണ വലിയ വഴുതന ഞാൻ ധാരാളം കണ്ടിട്ടുള്ളതാണ്. വലുതിനാണ്. വലുതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അവൈലബിൾ എന്ന് ചേച്ചി പറഞ്ഞത്. ഈ കാണുന്നത് വെള്ള വഴുതന. ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാ കളർ വഴുതന. കണ്ടില്ലേ? കത്രിക്ക. ഇത് കാട് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടാർപോള ഇട്ടേക്കുന്നത്. പിന്നെ ഇവിടെ എല്ലായിടത്തും ഈ ഓരോ ഹോള് വഴിയാണ് ഇങ്ങനെ ഇത് വളരുന്നത്. മനസ്സിലായില്ലേ? അതിൽ തന്നെ വാട്ടർ സപ്ലൈ എല്ലായിടത്തും ഇറിഗേഷൻ ഉണ്ടല്ലേ. ഇറിഗേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചുവപ്പും വലിയ മുളകൊക്കെയാണ് കേട്ടോ. ഇവിടെ മണിക്കൂറിനൊക്കെയാണ് കേട്ടോ ഇവരുടെ ശമ്പളം. ഞാൻ ഓഫ്കോഴ്സ് ശമ്പളം ഒന്നും പറയില്ല, എന്നാൽ ഇവർ തന്നെ അടിക്കൂലേ. ചുമ്മാ പറഞ്ഞ അത്ര. അതിപ്പോ ഞാനായാലും എന്റെ ഇവിടുത്തെ സിങ്കോണ് കേട്ടോ. എല്ലായിടത്തും കമ്പനിയാണ്. കണ്ടില്ലേ? സവാദിക്ക. ഇന്ത്യ, കേരള. നമസ്കാരം. പുള്ളിക്കാരിക്ക് ക്യാസിനുണ്ടെന്നാണ് കേട്ടോ ഇവര് പറയുന്നത്. അവിടെ ഒരാള് തള്ളിക്കൊടുക്കാനുണ്ട്, ഒരാള് കെട്ടാനും പറിക്കാനൊക്കെയാണ്. സവാദിക്ക. ഇവര് വലിച്ചു കെട്ടുന്നതൊക്കെയാണ് കേട്ടോ. പൊക്കി കറക്റ്റായിട്ട് കെട്ടുന്ന കാഴ്ചയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടത്തെ ഒരു ബോംബിന്റെ ഷെൽട്ടറാണ് കേട്ടോ. അതായത് മുകൾ ഓപ്പൺ ആണ്. ഏണി വെച്ച് കയറണം അല്ലേ? ബോംബ് വീഴുന്ന സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, ചാടി കയറണം. അതിനുള്ളിൽ ബോംബ് വീഴും. അഥവാ അകത്ത് കയറിയാൽ തന്നെ ബോംബ് മോളി വീണ് തന്നാൽ എല്ലാം ഒരു സെൻസ് ഇല്ലാത്ത ഷെൽട്ടറാണ് കേട്ടോ.
നമ്മുടെ ഒരു എന്താ പറയാ ചില്ലി കമ്പനിയാണ് കേട്ടോ അവരുടെ. മാത്രല്ല എല്ലാം ഉണ്ട് ഇവിടെ. കൂണുണ്ട്, തക്കാളി ഉണ്ട്, ഉള്ളിയുണ്ട്. മരിച്ചിനിയുണ്ടോ? ഇല്ല. ആ ചേച്ചി പറഞ്ഞ എല്ലാം ഉണ്ടെന്ന്. ഓൾമോസ്റ്റ് ഇവിടെ എല്ലായിടത്തും കൂടുതൽ സാധനങ്ങളുണ്ട്. ഇവിടെ അതിന്റെ പാക്കിങ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ആകാശത്ത് എന്തൊക്കെയാ റോന്ത് ചുറ്റുന്നുണ്ട്. ഹെലികോപ്റ്ററാണ് അവിടെ പൊട്ടുന്നു. ഉള്ളിലോട്ട് കയറുവാണ്. ഇവിടെയാണ് കേട്ടോ ഇവരുടെ പാക്കിംഗ് സംഭവങ്ങൾ. പഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണല്ലേ? ഇവിടെ അവർക്ക് പഞ്ച് ചെയ്തിട്ട് വേണം കയറാൻ. എല്ലാം നമ്മുടെ ബോംബ് ഷെൽട്ടറാണ്. പക്ഷെ ഇതൊന്നും ആക്ച്വലി ഭയങ്കര എന്താ പറയാ സേഫ് ഒന്നും അല്ല കേട്ടോ. ഇതിൽ ഒരു മിസൈൽ വീണാൽ ഈ ഷെൽട്ടറും തകരും. അത് വേറൊരു കാര്യമാണ്. നമ്മൾ വന്നത് ഒരു ടൊമാറ്റോ കൃഷിയിലോട്ടാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ തക്കാളി കൃഷി. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കൃഷി രീതികൾ കാണാൻ നല്ല രസമുണ്ട്. തക്കാളി ഇല്ലല്ലേ? ഈ കാണുന്നത് ഇവിടുത്തെ മറ്റൊരു ബോംബ് ഷെൽട്ടറാണ്. 1, 2 എന്നുള്ള നമ്പറിൽ 2 ബോംബ് ഷെൽട്ടറാണ്. കണ്ടില്ലേ? നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അറ്റാക്ക് വന്നാൽ ഇതെല്ലാം ടെമ്പററി ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. പക്ഷെ ഇതെല്ലാം എത്രത്തോളം സുരക്ഷിതമാണെന്ന് ചോദിച്ചാൽ അത്രത്തോളം വലിയ സുരക്ഷിതമൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പരിധി വരെ സഹായിക്കുമായിരിക്കാം. പക്ഷേ ഈ വീട്ടിൻ്റെ അടിയിലുള്ള ബങ്കറുകൾ ഞാൻ പല വീടുകളിലും പോയായിരുന്നു. പല വീടുകളിലും അങ്ങനത്തെ ബങ്കറുകളുണ്ട്. അത് ആക്ച്വലി അവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അവരൊരു വലിയ യുദ്ധം വന്ന് അവിടെ പെട്ടുപോയാലും അവർക്ക് അത്യാവശ്യമായിട്ടുള്ള നീഡായിട്ടുള്ള എസൻഷ്യൽ സംഭവങ്ങളെല്ലാം ഉള്ള ബങ്കറുകളാണ്. പിന്നെ ഇതൊക്കെ പെട്ടെന്ന് ഒരു മിസൈൽ വരുമ്പോൾ ഷെല്ല് വരുമ്പോൾ പെട്ടെന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു താൽക്കാലിക മാർഗം മാത്രം. ഹെലികോപ്റ്ററിൽ നിന്ന് ഫയർ ചെയ്യുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ഈ സൗണ്ട്. അത് ഹെലികോപ്റ്ററിൽ നിന്ന് ഫയർ ചെയ്യുന്നതാണല്ലേ? മുഴങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ല ദീപാവലി പടക്കം പോലെ അല്ലേ? നോൺ സ്റ്റോപ്പ് ദീപാവലിക്ക് പൊട്ടുന്ന പോലെ. സോറി കേട്ടോ. അല്ല ഞാൻ പറയാം ഇങ്ങനെ ദീപാവലി പടക്കം പോലെ ഇങ്ങനെ ഒരു ലാളിത്യത്തോടെ പറയാമെന്ന്. കാണുന്നതാണ് നമ്മുടെ തക്കാളി കൃഷി. കണ്ടോ? ഇങ്ങനെ വള്ളി പോലെ വളർന്ന് വരുന്ന രീതി കണ്ടില്ലേ? പരാഗണം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന തേനീച്ചക്കൂടുകൾ. തേനീച്ച വരൂലല്ലോ? ഉള്ളിലുണ്ടല്ലേ? ആവശ്യമായിട്ടുള്ള ഈ ചെറിയ ചെറിയ എക്യുപ്മെന്റ്സ് മെഷീൻസ് എല്ലാം നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് കേട്ടോ. ഇതിന്റെ മാനുഫാക്ചറിങ് ഞാനൊന്ന് പഞ്ചാബ് കണ്ടിരുന്നു. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ. ആ കാണുന്ന നമ്മുടെ മെഷീൻ പഞ്ചാബിൽ നിന്ന് വന്നതാണ്. തായ്ലൻഡുകാരുടെ ഒരു പെട്ടിക്കടയൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ കണ്ടില്ലേ? ബിയർ കണ്ടില്ലേ? അതായത് തായ്ലൻഡുകാർ കൺസ്യൂം ചെയ്യുന്ന ഒരു സംഭവമാണ് ആൽക്കഹോൾ. അതിൽ സ്പെഷ്യലി ബിയർ. അവരുടെ ഫ്ലാഗൊക്കെ പറക്കുന്ന കേട്ടോ. തായ്ലൻഡ് കോളനിയാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇതോ പോകുന്ന കണ്ടില്ലേ? യുദ്ധവിമാനങ്ങളാണ് കേട്ടോ. ഇതാ അവിടെ വേറൊരു യുദ്ധവിമാനം. അതവിടെ പൊട്ടിച്ചോ അല്ലേ? അതാണോ സൗണ്ട് കേട്ടത്? എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇപ്പം പോയ ഇതിട്ടേന്ന് തോന്നുന്നു അല്ലേ? എൻ്റെ അമ്മ അവിടെ ഫുള്ള് പുകയും. അവിടെ ഫുള്ള് ബോംബിട്ട് നശിപ്പിക്കുക. എൻ്റെ അമ്മ കണ്ടില്ലേ? 4 യുദ്ധവിമാനങ്ങൾ പോയിട്ട് അവിടെ എല്ലാം എന്നിട്ട് ഇതുകൊണ്ട് ബോംബിട്ട് പോയി തകർത്തിട്ടുണ്ട്. മുന്തിരി കൃഷിയുടെ ഗ്രാഫ്റ്റിംഗ് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് പറയാം. അത് കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഡബിങ് ആണോ? ഡബിങ് അല്ലല്ലോ. ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ പറഞ്ഞു തരാം കേട്ടോ. പിന്നെന്ന് പറയണ്ട, എനിക്ക് പിന്നെ അടിക്കാൻ പറ്റൂല. ഓർമ്മയില്ലാണ്ടല്ല. ഇത് നമ്മുടെ നാട്ടിലെ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരന്റ് ചെടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് കൂടുതൽ കാര്യക്ഷമമായ ഫലങ്ങൾ കിട്ടുന്ന ചെടികൾ ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അതിന്റെ പേര് മറന്നുപോയി. അതിന്റെ പേര് എനിക്ക് അത് ഗ്രാഫ്റ്റിംഗ്. അതാണ് ഗ്രാഫ്റ്റിംഗ്. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നതിന് അതിനാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതാണ്. ഓക്കെ. അപ്പൊ അങ്ങോട്ടാണ് നമ്മളിപ്പോ പോവാൻ വേണ്ടി പോകുന്നത്. എന്നതാണ് നമ്മുടെ മുന്തിരി ചെടികൾ. കണ്ടോ?
ഇത് ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞ ചെടിയാണിത്. 2 എണ്ണം ഇവിടെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ്റ്റിംഗ് ആണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് വലിയ വലിയ സ്ഥലങ്ങൾ, തോട്ടങ്ങളുടെ സ്ഥലങ്ങൾ അവർ ഓർഡർ കൊടുക്കുമ്പോൾ ഇവർ ഫ്രീ ആയിട്ട് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് ഇവർ ആ ഓർഡറിന് വേണ്ടിയുള്ള സംഭവങ്ങൾ ചെടി തയ്യാറാക്കും, എന്നിട്ട് വിൽക്കും കേട്ടോ. ഇവിടെ ഫാമിംഗ് ഇല്ല, ഇവിടെ ചെറിയ തൈകൾ ഉണ്ടാക്കുന്ന സംഭവം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇനി വേറെ എങ്ങോട്ടോ പോവാം. ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ആവിയുള്ള റൂം. ആവിയില്ലല്ലോ, തണുപ്പാണോ? തണുക്കാൻ വേണ്ടി കണ്ടില്ലേ ആ മെഷീനിൽ നിന്ന് ആവി വരുവാണ്. ഇപ്പൊ നിലവിൽ ആവി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ ഫിൽറ്റർ ആയ കാരണം ഇത് ആവിയാണ്. ഇതാ ഈ കാണുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ. വെള്ളം ആവിയായിട്ട് വരുന്നതാണ്. അകത്തുനിന്ന് ബഡ് ചെയ്തിട്ട് അകത്ത് ആവി കൊടുത്ത സാധനം പിന്നെ പുറത്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും 10 ദിവസം വെക്കും, 20 ദിവസം വെക്കും. 20 ദിവസം വെക്കും. അതെന്തിനാണ് വെക്കുന്നത്? 20 ദിവസം വെക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫ്റ്റിംഗ് റെഡിയാകാൻ വേണ്ടിട്ട്. മോർണിംഗ് കേം ചോ. ജയ് ശ്രീ കൃഷ്ണ. जय श्री कृष्ण. പുള്ളിക്കാരൻ ഗുജറാത്തിക്കാരനാണ് കേട്ടോ. പുള്ളിക്കാരൻ ഇവിടെ ഗുജറാത്തിൽ നിന്നും വന്ന് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, സവാദിക്ക. ആ, അതിനുശേഷം ഇത് നിലവിൽ അങ്ങോട്ടേക്ക് മാറ്റിയതിനു ശേഷം ഇത് റിമൂവ് ചെയ്യും. 1 മാസം കഴിഞ്ഞതിന് ശേഷം. 1 മാസം കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തതിന് ശേഷം സെയിലിന് കൊടുക്കും. ഓ, ഇതാണ് കേട്ടോ റിമൂവ് ചെയ്ത്. അപ്പൊ ഇത് കുറേ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ. കണ്ടില്ലേ, 1 മാസം വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കും കേട്ടോ. പിന്നെ അടിയിലുള്ള കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ട് മാറ്റും. പിന്നെ അവര് ഡിസ്ട്രിബ്യൂഷൻ പിന്നെ വിൽപ്പനയാണ്. ഇത് കൂടുതൽ ഇവർ എന്തിനൊക്കെയാ ഉപയോഗിക്കുന്നത്? ഇത് ഏറ്റവും കൂടുതൽ വൈനിന് വേണ്ടിട്ട് കൊണ്ടുപോകുന്നതാണ്. കൂടുതൽ ഇത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന വിദേശ രാജ്യങ്ങളിലേക്കാണ് നിലവിൽ ഈ ചെടികളെല്ലാം കൊണ്ടുപോകുന്നത്, ഈ വൈൻ ഉണ്ടാക്കുന്ന കമ്പനികളിലേക്ക്. മുന്തിരി പിന്നെ അധികം ഇസ്രായേലില് വേറെ സംഭവങ്ങളൊന്നും അധികം എക്സ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, ഉണ്ടോ? അവര് ഡേറ്റ്സ് ആണ് കേട്ടോ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഡേറ്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ അധികം എക്സ്പോർട്ട് ചെയ്യുന്നില്ല. ഇസ്രായേലിലെ കാര്യത്തിന് തന്നെ ഉപയോഗിക്കുന്നതാണ്. ഇത് എൻ്റെ അടുത്ത് കുറച്ച് ഫാർമേഴ്സ് പറഞ്ഞ കാര്യമാണ് കേട്ടോ, ഇസ്രായേലി ഫാർമേഴ്സ്. ഇത് ഈ ചെടികൾ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ പേരന്റിന് മുകളിൽ ബഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത്. ഇത് ഓരോരോ വെറൈറ്റികൾ. അതായത് ഇതുപോലുള്ള മരങ്ങൾ, ചെടികൾ വളർത്തിയിട്ട് അതിന്റെ തണ്ടെടുത്തിട്ട് വേറെ മുകളിലുള്ള പാട്ടുമായിട്ട് എന്താ പറയാ മിശ്രിതം വെച്ച് ഒരു മിശ്രിതമായിട്ടുള്ള സംഭവം ഉണ്ടാകും. ഓരോരോ വെറൈറ്റികൾ. CS37 എന്ന് പറഞ്ഞ ഓരോ വെറൈറ്റി സംഭവങ്ങളാണ്. CS1 എന്നുള്ള വെറൈറ്റി. ഓ, അങ്ങനെയാണ്. ഇത് PB87 എന്ന് പറഞ്ഞ പലതും പല തരത്തിലുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇത് CO. ഇതും വൈറ്റും ലൈറ്റുകളാണ് നിലവില്. ഇത് നിലവില് നൈറ്റില് ഇതിന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ 24 മണിക്കൂറും വെളിച്ചം കാണും. ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ, സമയം ലാഭം. ലൈറ്റ് ഇട്ടിട്ട് അതിന്റെ എന്താ പറയാ ഈ ഇലകളൊക്കെ ഉറങ്ങാതെ വെച്ചിട്ട് അതല്ലേ, ഇലകൾക്ക് ഉറക്കം കൊടുക്കാതെ അതിനെ എന്താ പറയാ അതിന്റെ ടൈം യൂട്ടിലൈസ് ചെയ്ത് വളർത്തുക. അതാണ് സംഭവം. തിരിച്ചു വന്ന് ചേച്ചി എനിക്ക് വേണ്ടി ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കുവാണ് കേട്ടോ. എന്നാ നല്ല എന്താ ഒരു ഇതാണ് കേട്ടോ ഇവരുടെ ഫാമിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ശലോം മണ്ട വലിയ പ്രശ്നം. You know Malayalam? Malayalam is my language. Say something in Malayalam. I spoke with Malayalam. Cheride mandi? Ante saute? Cheride mandi? ക്യാപ്സിക്കത്തിന്റെ വിത്തിടുന്ന രീതിയാണ്. അതായത് ഇതുപോലുള്ള നമ്മുടെ പെട്ടിക്കോളത്തിൽ അതിലാദ്യം അവർ മണ്ണ് ഫില്ല് ചെയ്യും. കണ്ടില്ലേ, ഇത് മുഴുവനായിട്ട് മണ്ണ് ഫില്ല് ചെയ്യും. മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഈ കാണുന്നത് നമ്മുടെ വിത്തുകളാണ്, ക്യാപ്സിക്കത്തിന്റെ വിത്തുകളാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കുഴികളിൽ വീഴും. ആ കുഴികളിൽ വീഴുമ്പോൾ എന്നിട്ട് അവരതിനെടുത്ത് അകത്തിടും. കുഴികളിൽ വീണത് കറക്റ്റ് വീണോന്ന് അവർ നോക്കിയിട്ട് അത് കറക്റ്റ് അവരെടുത്ത് ഫില്ല് ചെയ്തിടും. എന്നിട്ട് അത് ഇങ്ങോട്ട് പോകും. ബെർമോക്കോളി ഫില്ലായിട്ട് ദാണ്ടെ വാട്ടർ അതിൽ സ്പ്രേ ചെയ്യും. ഈ ബെർമോക്കോളിയുടെ ഒരു യൂസ് എന്ന് പറയുമ്പോൾ ഇത് സീഡ്സിൽ വെള്ളം കീപ്പ് ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് ഇവർ അത് കറക്റ്റ് പാക്ക് ചെയ്ത് വെക്കും. അതാണ് ഇവിടെ നമ്മുടെ വിത്തുണ്ടാക്കുന്ന പ്രോസസ്സ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ദാണ്ടെ മണ്ണ് വീഴുന്ന ഇത് അവിടെ മണ്ണ് വേറെ ഇതിലോട്ട് പോകുന്നു. അങ്ങനെ ഒരു
മമ്മൻ പ്രോസസ്സാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിപ്പോൾ ഇവരുടെ ബോസും അത് നമ്മളെ ഇന്നലെ കാണിച്ച ചേട്ടാ. ഞാൻ ഇവരുടെ ലബോറട്ടറിയിലോട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ തോന്നും അല്ലേ. ഇവരുടെ പ്ലാന്റ്സിന്റെ ലബോറട്ടറിയാണ്. ഇതെന്താ സംഭവം? ഇത് കുക്കുംബർ. ഇത് കുക്കുംബർ അവരെന്ത് ചെയ്യുന്നതാ? ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. ഓ, ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. എന്നിട്ടാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത്, അതായത് ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകൾ ഉണ്ടാക്കാനായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഇവിടെയാണ് നടക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ട വിത്ത് മുളച്ച് വലുതാവും അല്ലേ? വിത്ത് മുളച്ച് വലുതായി അതിൻ്റെ കൂടെ ദിവസം കൊണ്ട് ഒരു 10 ദിവസത്തെ 10 ദിവസം കൊണ്ട് പുറത്ത് സ്റ്റോറേജ് ഹമാമെന്ന് പറയും, ഹൗസിൽ വെച്ച് അവർ മുളപ്പിച്ച് ഈ ഒരു വളർച്ചയിലെത്തും. ഇതുണ്ടോ? ഇതില്ലെങ്കിൽ ഈ 3 ഇലയിൽ ഈ ഇല ഇല്ലെങ്കിൽ ഇത് കൊള്ളില്ല. 3 ഇലയിൽ ഈ ഇല ഇല്ലെങ്കിൽ അത് കൊള്ളില്ലെന്നാണ് പറയുന്നത്. വളർച്ച ചെറുതാണെങ്കിലും എടുക്കുകയില്ല, പൊടിയാണെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുകയില്ല. അവരത് ചെയ്യുന്ന പ്രോസസ്സ് കേട്ടോ. അവിടെ കട്ട് ചെയ്യുവാണ് കേട്ടോ. ഇത് ഓരോന്നായിട്ട് കട്ട് ചെയ്യുവാണ്. ചെടിയുടെ പകുതി കട്ട് ചെയ്തിട്ട് അവിടെ കളയും. എന്നിട്ട് ഈ കട്ട് ചെയ്തതിന്റെ ഭാഗത്തില് വേറെ അവര് ഇതല്ല ചെയ്യുന്നത്. ഇതിൽ വന്ന് ബഡ് ചെയ്യില്ലേ? ഇതിലല്ല ബഡ് ചെയ്യുന്നത്. പിന്നെ പംകിൻ, അതായത് നമ്മുടെ മത്തങ്ങയില്ലേ, മത്തങ്ങയുടെ ഇലയിലാണ് നമ്മൾ. പക്ഷെ ഇത് ചെയ്യും. ഇതിൽ ചെയ്യത്തില്ല. ഇത് നമ്മൾ ഗാർബേജ് ആണ്. ഇത് ഗാർബേജ് ആണ്. ഓ, അത് ഉപയോഗിക്കും. ഓ, വേറെ തണ്ടില് ആ കാണുന്ന ബോഡിയുടെ ടോപ്പ് ഭാഗം അവര് കയറ്റി വെക്കും കേട്ടോ. അതാണ് സംഭവം. ഇവിടെ അതാ കുറെ പേര് അവിടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് കണ്ടില്ലേ? അവിടെ നമ്മള് വേണ്ടേ, ഇവിടെ ഒരാള് ബഡ് ചെയ്യുന്ന രീതിയാണ്. ഇതുണ്ടോ? ഇതുണ്ടോ? ഇതിനകത്ത് ഈ ഒരു ഷേപ്പിലായിരിക്കും ഇത് കട്ട് ചെയ്ത് വരുന്നത്. കണ്ടോ? ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും. ഇത് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ ഇതൊരു പ്രോസസ്സാണ്. ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇത് നമ്മുടെ മത്തങ്ങയാണ്. ഇത് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്ത് ഇതുണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇത് വെള്ളം വലിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. മത്തങ്ങയിൽ വെള്ളം വലിച്ചെടുക്കും. ഇതുമായിട്ടാണ് എന്നിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ, പുള്ളിക്കാരൻ ഒരു ചെറിയ ബ്ലേഡ് വെച്ച് അതിന്റെ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്യുവാണ്. എന്നിട്ട് ഈ കാണുന്ന ഇതും ആ കാണുന്ന അതും കൂടെ മിക്സ് ചെയ്യും. ഇത് പക്ഷെ നമ്മൾ ഹാർഡായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകും. അതായത് വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ പിടിക്കാവുള്ളൂ. കണ്ടോ? ഇത് ഇവിടെ ഇങ്ങനെ ഞെങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ തണ്ട് ഇതായി അത് കൊള്ളത്തില്ല, ഉപയോഗിക്കാൻ കൊള്ളില്ല. പിന്നെ തണ്ടിന് ഭയങ്കര വലിപ്പമുള്ളതും ഇവിടെ ഉപയോഗിക്കില്ല. ഒരു മീഡിയം സൈസ് ഉള്ളതാണ് ഉപയോഗിക്കുന്നത്. കട്ട് ചെയ്യുന്ന രീതി കണ്ടില്ലേ, അവര് സൂക്ഷ്മമായിട്ട് ഓരോ ഇത് കട്ട് ചെയ്യുന്ന രീതി നോക്കിക്കേ. ഇതെന്തിനാ ഇങ്ങനെ കട്ട് ചെയ്യുന്നേ? ഇവിടെയാണ് നമ്മൾ ആ സാധനം. ഓ, ഇവിടെ ബഡ് ചെയ്യും കേട്ടോ. ഇത് ബഡ് ചെയ്യാൻ വേണ്ടി അവര് സൂക്ഷ്മമായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വേറൊരു ശിഖരത്തിനെ ബഡ് ചെയ്ത് വെക്കും. ഓ, അത് ഇവിടെ ഇതുണ്ടോ? ഇത് ക്ലീൻ ആയിരിക്കണം. അത് ക്ലീൻ ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിന്റെ ഹോൾസ് വലുതാവാനും പാടില്ല. ഓ, വലുതായ അത് കൊള്ളത്തില്ല. അതിന് അവര് കട്ട് ചെയ്ത് വെച്ചത് എങ്ങനെ നോക്കൂ, ഇങ്ങനെയാണ് കേട്ടോ. അവര് ഇതാണ്ട് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കും. ആ കൂട്ടി യോജിപ്പിച്ചതിനെ അവര് ക്ലിപ്പ് ചെയ്യും കേട്ടോ. ക്ലിപ്പ് ചെയ്യും. കണ്ടില്ലേ? ഇതാണ് പരിപാടി. വാവ്. ഇതുവഴി നമ്മൾ ഇതിന്റെ കണക്ഷൻ ശരിയാണോ എന്ന് നമുക്ക് നോക്കണം. അല്ലെങ്കിൽ ചീത്താവും അല്ലേ? അതിന്റെ അതായത് മത്തങ്ങയുടെ ഇതായിരിക്കും വളർന്നു വരുന്നത്. ഓ, കുക്കുമ്പറിന് ഗ്രോ ഉണ്ടാവില്ല, പംകിനായിരിക്കും ഗ്രോ ഉണ്ടാവുന്നത്. ഓ, കൊള്ളാം കേട്ടോ. ഇത് ഇങ്ങനെ ഒരു വലിയൊരു ഏരിയ ആണ്. ഇവിടെ ഓരോ ആളുകളായിട്ട് ഓരോ സംഭവങ്ങളായിട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുക. കൂടുതൽ തായ്ലൻഡുകാരാണോ? ചേച്ചി മാത്രമാണോ മലയാളി ഈ ഫീൽഡ്? ഓ, കൊള്ളാം കേട്ടോ. പിന്നെ ഇതുണ്ട്. ഇത് അവിടെ നിന്ന് ഇപ്പൊ നമ്മള് മെഷീന്റെ അവിടെ പോയില്ലേ, അവിടെ നിന്ന് ഇതുണ്ടോ മണ്ണ് കളക്ട് ചെയ്ത്. ഓ, എന്നിട്ട് താണ്ടെ വീണ്ടും ആ മണ്ണ് കളക്ട് ചെയ്ത് വന്നിട്ട് നമ്മുടെ ഈ ഗ്രാഫ്റ്റ് ചെയ്ത സാധനത്തിനെ വീണ്ടും നട്ട് വെക്കും കേട്ടോ. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ? അങ്ങനെ അധികം അമർത്തി കുത്തില്ല, ജസ്റ്റ് അങ്ങനെ കുത്തി വെക്കും. പിന്നെ ഇത് ഫുള്ള് താത്തി വെക്കത്തില്ല. ഫുള്ള് താത്തി വെക്കാറില്ല. 1 സെന്റിമീറ്റർ അത് കൂടുതലും താത്തി വെക്കില്ല. ഇതുണ്ടോ? പിന്നെ ഇതിപ്പോ ഇങ്ങനെ ഇച്ചിരി ആടി നിൽക്കുന്ന സാധനം ഇതുണ്ട്. ഓ, ആടി നിൽക്കുമ്പോ അവര് നേരെ നിൽക്കാനായിട്ട് സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കും. കൊള്ളാം. പുള്ളിക്കാരി ഇന്നലെ നമ്മള് ചിക്കനൊക്കെ എടുക്കാൻ വേണ്ടി പോയി ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് പരിപാടി കേട്ടോ. നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത സംഭവത്തിന് 20 ദിവസത്തോളം ഈ ഒരു സംഭവത്തിൽ വെക്കും അല്ലേ? ഇത് നമ്മൾ നേരത്തെ കണ്ട 15 മുതൽ 20 ദിവസം വരെ വെക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ വേറെ ഒരു സ്ഥലത്ത് വയ്ക്കും. അങ്ങനെയാണ് കേട്ടോ. ഇത് പിന്നെ ഒരു പ്ലാന്റ് ആയിട്ട് മാറിയിട്ട് അവർ ഡിസ്ട്രിബ്യൂഷൻ എത്തിപ്പിക്കുന്നത്. ശേഷം എല്ലാവരുടെ അടുത്തും മച്ചാ കമ്പനിയാണല്ലോ.
ചേച്ചി എല്ലായിടത്തും മച്ച കമ്പനിയാണ് കേട്ടോ, എല്ലായിടത്തും ബോസ് ആയാലും. താങ്ക് യു. ഫുൾ ഇന്ന് ശക്തമായ പൊട്ടലുകളാണ്. എൻ്റെ അമ്മ, അവിടെ ഇപ്പോൾ ഒരു ബോംബിട്ടതാണ്. ഇതാണ്ടേ അടുത്ത പൊട്ടൽ പൊട്ടി. അടുത്ത അവിടെ സീന കേട്ടോ. ഇന്ന് യുദ്ധക്കലഹ ദിവസമാണെന്ന് തോന്നുന്നു. അതായത് ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയാണ് ലെബനോനുമായിട്ട്, അതായത് നോർത്ത് ഭാഗങ്ങളിൽ ഇസ്രായേൽ പീസിന് വേണ്ടി, അതായത് സീസ് ഫയറിന് വേണ്ടി ഒരു താൽക്കാലിക വെടിനിർത്തലിന് വേണ്ടി ഓക്കെ ആയത്. അപ്പോൾ താൽക്കാലിക വെടിനിർത്തൽ അവിടെ ചെയ്തതുകൊണ്ട് ഇനി സൗത്തിൽ അവർ ഫുൾ അറ്റാക്ക് ചെയ്യുവാണ് കേട്ടോ. ഗാസയിലെ പല ഭാഗങ്ങളും മിസൈലിട്ട് തകർക്കുവാണ്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് വിട പറയാൻ വേണ്ടി പോവാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കാണാം. താങ്ക്സ് എ ലോട്ട്. ഇവിടെ നിന്നാ പറ്റൂല, അപ്പുറത്തേക്കണം. ഞാൻ അങ്ങനെ ഹിച്ചേക്ക് ചെയ്ത് പോവാണ്. ആ കാണുന്നതാണ് നമ്മുടെ ഗാസയുടെ ഭാഗങ്ങള്. അവിടെ അയ്യോ ഇന്ന് ഭയങ്കര രീതിയിൽ ഇത് പൊട്ടുന്നുണ്ട് കേട്ടോ.